കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്നു. സർവകലാശാല ചാൻസലറായ ഗവർണർ ഉടൻ ഇടപെടാൻ സാധ്യത. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. അതേസമയം സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനുള്ള ചർച്ച ആരംഭിച്ചു. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്ന സാഹചര്യത്തിൽ ഇനി VC ഏതൊക്കെ തുടർ നടപടികൾ എടുക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുക? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു മാതൃ സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് ഫയൽ നീക്കമടക്കം താറുമാറായ സാഹചര്യം. ഈ ഘട്ടത്തിലാണ് VC ഇടപെടൽ നടത്തുന്നത്. ഈ ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങൾ താറുമാറായ സാഹചര്യത്തിൽ എന്തൊക്കെ സാധ്യതകൾ ഇക്കാര്യത്തിൽ തേടാം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ VC ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ രജിസ്ട്രാർ, അതായത് സസ്പെൻഷനിലായിട്ടുള്ള KS അനിൽകുമാർ, രജിസ്ട്രാർ മുഖേന അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരുടെ ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇഷ്ടക്കാർ മുഖേന നീക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. VCയുടെ അറിവോ സമ്മതത്തോടെ ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ ചാർജ് കൊടുത്തിട്ടുള്ള മിനി കാപ്പൻ അറിഞ്ഞുകൊണ്ട് മാത്രം ഇനി ഫയലുകൾ VCയുടെ അടുക്കിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ VC നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മിനി കാപ്പന് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കാനുള്ള ID ആക്സസ് ചെയ്യാത്തതും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതടക്കം നൽകണമെന്നൊരു ആവശ്യം സ്വകാര്യ പ്രൊവൈഡറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വകാര്യ പ്രൊവൈഡർ പറയുന്നത് ഇപ്പോൾ VC ആവശ്യപ്പെട്ടതിന് പ്രകാരം ഈ ID നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആക്സസ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആക്സസ് നൽകിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഒരുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുമായി VC ചർച്ചകൾ നടത്തുന്നത്. ഡിജിറ്റൽ സർവകലാശാലയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു ആക്സസ് നൽകുന്ന രീതിയിലുള്ള ഒരു ID ക്രിയേറ്റ് ചെയ്ത് മിനി കാപ്പന് നൽകുകയും അതുവഴി ഫയൽ നീക്കം സുഗമമാക്കാനുമാണ് ഇപ്പോൾ VC ആലോചിക്കുന്നത്. അതേസമയം തന്നെ ഈ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ഫയലുകളൊക്കെ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, സർവകലാശാലയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ബില്ലുകൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫയൽ നീക്കങ്ങളാണ് ഇപ്പോൾ താറുമാറായിരിക്കുന്നത്. അതിൽ കൃത്യമായ ഇടപെടാൻ VCക്കോ അല്ലെങ്കിൽ VC ചുമതലപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രാർക്കോ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയൊക്കെ പിൻബലത്തോടുകൂടി ചില ഫയലുകൾ മാത്രം നീക്കം ചെയ്യാനും ചില ഫയലുകൾ പെൻഡിംഗ് ആക്കാനും ഒക്കെയുള്ള ഇടപെടൽ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ VC ഇന്ന് സർവകലാശാലയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടി തെളിയിക്കുകയാണ്. VCക്കെതിരെയൊക്കെ പ്രതിഷേധവും ഈ ഘട്ടത്തിൽ ശക്തമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തലസ്ഥാന ജില്ലയിൽ തന്നെ ഈ തുടരുന്ന പ്രതിഷേധ സമരം, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ആവശ്യങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അവർക്കടക്കം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്നു. പോലീസ് അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും SFIയുടെ സമരത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായ റിപ്പോർട്ട് VC ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവർണർ കൂടി വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലും ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്താൻ വേണ്ടി VCക്കൊപ്പം തന്നെ ഗവർണർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഗവർണർ കൂടി ഇതിൽ ഇടപെടുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വകാര്യ പ്രൊവൈഡർ സ്വീകരിക്കും, ഒപ്പം തന്നെ ആക്സസ് ID അടക്കം നൽകുമോ എന്നുള്ള കാര്യത്തിലും വരും മണിക്കൂറിൽ കണ്ടറിയണം. എന്നാലും ശക്തമായ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് മറ്റ് നടപടികളുമായി VC മുന്നോട്ട് പോവുകയാണ്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.